നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യാനും പ്രേക്ഷകരെ അറിയിക്കാനും അതിലൊരു വാർത്താ ഇടപെടൽ നടത്താനും ഒക്കെയാണ് ഈ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേക റിപ്പോർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവിന് ജീവൻ നഷ്ടമായത്. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പുഴയുടെ ഇക്കരെ എത്തിക്കാൻ സാധിച്ചത് ഇന്ന് രാവിലെയാണ്. പുഴയിൽ വെള്ളം കൂടിയതിനാൽ ഒരു ആദിവാസി നഗറിൽ നിന്ന് മൃതദേഹം ഇക്കരെ എത്തിക്കാൻ കഴിയാതെ മണിക്കൂറുകൾ കാത്തുനിൽക്കുക എന്നത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. മഴക്കാലമായാൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും ദുരവസ്ഥയുമാണ് ഇത്. ചാലിയാർ മുറിച്ചു കടക്കാൻ 4 ആദിവാസി ഉന്നതികൾക്കുള്ള ഏക മാർഗമാണ് ഈ ചങ്ങാടങ്ങൾ. പക്ഷെ പെരുമഴയാണ്, ഉഗ്രരൂപം പൂണ്ട് ഒഴുകുകയാണ് ചാലിയാർ. അതോടെ ഇതാ ഈ ചങ്ങാടങ്ങൾ അരികിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ഇനി ആ ഉന്നതിയിൽ നിന്നൊന്ന് പുറം ലോകത്തേക്കെത്താൻ ഇവർ എന്താണ് ചെയ്യേണ്ടത്? അതിലെ ഏറ്റവും വിഷമതയുള്ള, ഏറ്റവും കഷ്ടതയുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഇവിടെ നടന്നത്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള താൽക്കാലിക തൂക്കുപാലമായിരുന്നു 2019 പ്രളയം വരെ ഏക ആശ്രയം. ചാലിയാറിനപ്പുറത്ത് വനത്തിൽ 4 ആദിവാസി ഉന്നതികളുണ്ട്. കുമ്പളപ്പാറ, തരിപ്പ് പൊട്ടി, വാണിയമ്പുഴ, ഇരുട്ടുകുത്തി. 200-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നു. പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കറും ഇതിൽ പെടുന്നു. പോത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. മുണ്ടേരി ഫാം കടന്നെത്തുന്ന ഇരുട്ടുകുത്തിക്കടവിലായിരുന്നു തൂക്കുപാലം. പ്രളയകാലത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഈ നഗറുകളിലും പ്രദേശത്തും ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. മിക്ക കുടുംബങ്ങളും താൽക്കാലിക കുടിലുകളിലാണ് കഴിയുന്നത്. ഇക്കരെയെത്താൻ ചാലിയാറിന് കുറുകെ ഒരു പാലം വേണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതിനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ പകുതിയായിട്ടേ ഉള്ളൂ. ഇന്നലെ വാണിയമ്പുഴ കോളനിയിലെ ബില്ലി എന്ന മധ്യവയസ്കനെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തി. കൂണുപറിക്കാൻ പോയതായിരുന്നു. വൈകിട്ട് കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ബന്ധുക്കൾ മൃതദേഹം കണ്ടത്. സമീപത്ത് ആനയുടെ സാന്നിധ്യം. കൂക്കി വിളിച്ചും പടക്കം പൊട്ടിച്ചും ആനയെ അവർ അകറ്റി. പിന്നീടുള്ള വെല്ലുവിളി ഈ ഉന്നതിയിൽ നിന്ന് മൃതദേഹം ചാലിയാറിന് ഇപ്പുറത്തെത്തിക്കണം. ഓരോ നിമിഷവും അതിശക്തമായ ഒഴുക്ക് ചാലിയാറിൽ കൂടുന്ന സമയം. ഫയർഫോഴ്സ് എത്തി ഡിങ്കി ബോട്ട് ഇറക്കി. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. ഡിങ്കി ബോട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. താഴേക്ക് ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുരുത്തിൽ കുടുങ്ങി. ഇവരെ NDRF ഉൾപ്പെടുന്ന സേനയെത്തി രക്ഷിച്ചത് രാത്രി 11 മണിയോടെ. ഇന്ന് രാവിലെ വീണ്ടും ഫയർഫോഴ്സ് ദൗത്യം ആരംഭിച്ചു. മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാൻ വഴിയില്ല. ഇന്നലെ ഞങ്ങളൊരു 4:30 തൊട്ട് നോക്കി. 5 മണിക്കാണ് ഫയർഫോഴ്സ് എത്തിയത്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 7 മണിയോട് കൂടി ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് നിയന്ത്രണം വിട്ട് ഒലിച്ചു പോയി. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഇരുട്ടുകുത്തിയോട് ചേർന്ന പുഴഭാഗത്ത് ഡിങ്കി ബോട്ട് ഇറക്കി. 5-അംഗ ഫയർഫോഴ്സ് സംഘം ഉന്നതിയിലെത്തി മൃതദേഹം ഇക്കരെ എത്തിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പുഴയ്ക്കപ്പുറം നോക്കി നിന്നു. പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയില് പാലം തീർന്നില്ല. കാരണം മഴ നേരത്തെ പെയ്തുകൊണ്ടുള്ള ഒരു പ്രയാസം നമുക്കുണ്ടായി. അപ്പോൾ പാലം പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആയതുകൊണ്ട് അവിടെ നല്ല കുത്തൊഴുക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ട് ഒലിച്ചു പോയ ഒരവസ്ഥ വന്നിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരിച്ച് ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തും പോയിരുന്നു. ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് MLAയും മണിക്കൂറുകൾ അവിടെ കുടുങ്ങി. ചാലിയാറിൽ വെള്ളം കൂടുമ്പോഴെല്ലാം ആദിവാസി ഉന്നതികൾ ഒറ്റപ്പെട്ടു എന്നത് മുണ്ടേരിയിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരം വാർത്തയാണ്. ഇതിന് മാറ്റം വരണം. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ യാത്രാക്ലേശങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ നേതാക്കളുടെ വലിയ നിര ഗൗരവത്തോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തുടരണം. കാരണം ഈ ഒരു പാലത്തിന്റെ പണി എന്നാണ് തീരുക എന്ന് ചോദിച്ചാൽ അധികൃതർക്ക് തന്നെ ഉത്തരവില്ല. കാരണം ഇനി ഈ ചാലിയാറിന്റെ നീരൊഴുക്ക് കുറയണം, എന്നിട്ടൊക്കെ വേണം ഇതിന്റെ പണി തുടങ്ങാൻ എന്നാണ് പറയുന്നത്.
അങ്ങനെ എത്രയും വേഗം ഇത് പൂർത്തിയായാൽ മാത്രമായിരിക്കും ഇവർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമാവുക. ഇനിയും ഇത്തരമൊരു സാഹസിക യാത്രയ്ക്ക് അവരെ നിർബന്ധിതമായി തള്ളിവിടാതിരിക്കണം. ഹർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോഴത്തെ ഒടുവിൽ പുറത്തു വരുന്ന വിവരം, കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. അത് പ്രൊഫഷണൽ കോളേജുകൾ, അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാവില്ല. ജില്ലയിൽ ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ജൂൺ 30 വരെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വരികയാണ്. മറ്റൊന്ന്, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 134.30 അടിയായി ഉയർന്നിരിക്കുന്നു. സെക്കൻഡിൽ 6084 ഘനയടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ 28-ാം തീയതി സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടി വരും എന്നാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുന്നുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടാകും. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മഴക്കെടുതി സാഹചര്യങ്ങൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു. വിവരങ്ങളുമായി അലക്സ്ര മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ജില്ലകൾ പുലർത്തേണ്ട ജാഗ്രത? ഇപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. 3-4 ദിവസം കൂടി അതിശക്തമായ രീതിയിൽ തന്നെ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അലക്സ് മുഹമ്മദ്. രാജ്യത്ത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 4 ദിവസം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അടുത്ത 3 ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ 3 ദിവസവും മുഴുവൻ ജില്ലകളിലും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാകട്ടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അത്തരം മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 21 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി മഴ ലഭിച്ചിരുന്നു. അതായത് ഇന്നലെ രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെയുള്ള വിവിധ ഈ മഴ സ്റ്റേഷനുകളുടെ കണക്കനുസരിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ ലഭിച്ചത് 300 മില്ലിമീറ്ററിനും അത് 200 മില്ലിമീറ്ററിനും ഇടയിൽ മഴയിലാണ്. അത്തരത്തിൽ അതിതീവ്ര മഴ ഈയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കൂടുതലാണ് ആ പ്രദേശം. മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് സംസ്ഥാന മാധ്യമ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് എസ് വിജയകുമാർ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 24-ന് 3 പുരസ്കാരങ്ങളാണ് ഇത്തവണ ലഭിച്ചത്. 3 പുരസ്കാരങ്ങളാണ് സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിൽ കിട്ടിയത്. അതിൻ്റെ ചടങ്ങ്, അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത് മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം 24-ന്റെ എസ് വിജയകുമാർ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. കോട്ടയത്ത് മാത്രമല്ല മറ്റ് ചില ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും അവധി. ഇടുക്കിയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പക്ഷേ അവധി ബാധകമായിരിക്കില്ല. വയനാട്ടിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന് നിവാസികൾ ഇന്ന് തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ റോഡിലൂടെയാണ് പുഴ ഒഴുകിപ്പോയത്. വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഇന്നലെയെ അപേക്ഷിച്ച് ഇന്ന് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. കുത്തിയൊലിച്ച് ഒഴുകുകയാണ് ചൂരൽമലയിലെ പുന്നപ്പുഴ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായി. 3 ഇടങ്ങളിലാണ് വിള്ളൽ. മണ്ണ് ഒലിച്ചുപോയ സ്ഥിതിയുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ മാസമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 58 ലക്ഷത്തെ മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത്. കഴിഞ്ഞ മെയിൽ വന്ന മഴക്ക്, ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും രാവിലെ 6 മണിക്ക് തന്നെ ആരതോ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ടിവിടെ പണി തുടങ്ങി. ആർക്ക് വേണ്ടി? ഇത് നോഗോ സോണാ. ഇത് മത്തായിൻ്റെ അതുപോലെ നോഗോ സോണാ. ഇവിടെയൊക്കെ ഞങ്ങളെ ബാക്കിയുള്ളവരെ ബോഡി ഇന്നും കിട്ടാൻ കിടക്കുക. അവിടെ വന്നിട്ടാണ് മാന്തുന്നത്. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള നടപടികൾ തുടരുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തബാധിത പ്രദേശമായ വാർഡുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം എത്തിക്കുമെന്ന
സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്ന് ടി സിദ്ദിഖ് MLA. ഇവിടെയുള്ള ആളുകൾക്ക് സമ്പൂർണ്ണമായ ആശ്വാസവും ഒരു ലിസ്റ്റ് സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കണ്ടേ? ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാവുകയാണല്ലോ. ലിസ്റ്റ് പോലും സമ്പൂർണ്ണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന നിവാസികൾ തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ ഈ റോഡിലൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. ഞങ്ങൾ പ്രവൃത്തി തടഞ്ഞിരിക്കണം, ശക്തമായിട്ട് തന്നെ തടഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മൾ അത്രയും 27 കുടുംബം ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. ഞങ്ങൾ ഇതുവരെ ഗവൺമെൻറ് ഇതുവരെ നമ്മൾ ലിസ്റ്റില്ല. അവർ കാറുകളുടെ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം. ഞങ്ങൾ ആദ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഇത്രയും പറഞ്ഞു ഇപ്പോൾ 1 വർഷം ആവാനായി. അടുത്ത മാസത്തേക്ക് 1 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഒരു പേര് വന്നിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ മേലെ ഇവർക്ക് റോഡ് ഇട്ടിട്ട് ആർക്ക് പോകാൻ നിൽക്കാനാണ് ഇപ്പോൾ അവിടേക്ക്? അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. വണ്ടി ഇപ്പോൾ JCB തിരിച്ചുപോയി. JCB തിരിച്ചു വെച്ചാൽ ഞങ്ങളോടൊരു പണിയെടുക്കാനായിക്കില്ല. എവിടേക്ക് ഒരു വണ്ടി ഇനി പോകും വേണ്ട, കല്ലുകൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അതിനെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 27 വീട്ടുകാരെ കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചതിന് ശേഷം ഇങ്ങോട്ട് എന്തും വിടുക. അതുവരെ വലിയ റോഡ് നന്നാക്കണ്ട, കല്ല് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു വണ്ടി ഞങ്ങളാണ് കടത്തി വിടില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞ സംഭവത്തിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി മേപ്പാടിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 10 മണിക്ക് തുറക്കും. പുഴത്തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. നിരവധി വാഴകളാണ് വെള്ളം കയറിയത് മൂലം നശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ബത്തേരി പുഴങ്കുനി ഉന്നതിയിലെ പലരെയും മാറ്റിപ്പാർപ്പിച്ചു. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സംസ്ഥാനത്ത് റോഡിലെ കുഴിയിൽപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് തൃശൂരിൽ റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്തിന് ബസ്സിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടമായത്. വിഷ്ണുദത്തിന്റെ അമ്മ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നു. കോൺഗ്രസ് BJP പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ റോഡിൽ കിടന്ന് പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പലതവണ പറഞ്ഞു, പക്ഷേ അധികൃതർ ചെവിക്കൊണ്ടില്ല. MG റോഡിലെ കുഴിയെടുത്തത് ഒരു ജീവനാണ്. മരണത്തോട് മല്ലടിച്ച മറ്റൊരു ജീവൻ തൃശൂർ മെഡിക്കൽ കോളേജിലും. രാവിലെ 7:45 വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്നു വിഷ്ണുദത്തും അമ്മ പത്മിനിയും. റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുവിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഓടി വന്നപ്പോൾ ബസ്സിന്റെ ഫ്രണ്ട് ടയറിൽ ഒരാളെ ആക്സിഡന്റ് ആയ ആളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ തൃശൂർ MG റോഡിൽ കോൺഗ്രസ് BJP കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നടപടിയെടുത്തില്ലെന്നുമാണ് ആക്ഷേപം. തൃശൂർ മേയർ രാജിവെക്കാതെ നമ്മൾ പിന്മാറില്ല. എന്റെ ഡിവിഷനിലെ റോഡുകളുടെ കുഴികൾ മേയർ തീർത്തിട്ടില്ല. മേയർക്ക് ഇതിനൊന്നും സമയമില്ല. മേയർ ഫുൾ ടൈം വിദേശയാത്രയിലാണ്. ഈ കാര്യങ്ങളൊക്കെ കൗൺസിലില് നിരവധി തവണ പറഞ്ഞവരാ ഞങ്ങള്. മേയറെ റോഡ് കൊണ്ടും കുഴിയ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മരിച്ചില്ലേ? ഞങ്ങൾ സൂചിപ്പിച്ചു, അപകടം മുന്നിലുണ്ട് മേയറെ, കുഴികൾ അടയ്ക്കുക. വെള്ളം മഴക്കാലം വന്നാൽ കുഴികൾ അറിയില്ല. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വീണു പോകും. നിങ്ങൾ കുഴികൾ അടയ്ക്കൂന്ന്. അത് പറ്റിയില്ല. കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് ശ്രമത്തെ മണിക്കൂറുകളോളം കോൺഗ്രസ് BJP പ്രവർത്തകർ ചെറുത്തതോടെ MG റോഡിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സന്തോഷത്തോടെ അമ്മയോടൊപ്പം വീട്ടിൽ നിന്ന് വിഷ്ണുദത്ത് യാത്ര തിരിച്ച സ്കൂട്ടറാണ് ഈ കാണുന്നത്. ഇനി തിരികെ എത്തുന്നത് ചേതനയേറ്റ ശരീരവും. റോഡിലെ കുഴിയിൽ വീണ ഇനി ഒരു ജീവൻ പോലും പൊലിയരുതേ എന്ന അഭ്യർത്ഥനയാണ് പൊതുജനത്തിനുള്ളത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.
പൊതുജനം കഴുതയല്ല സാർ. ഇനി കൂരായണത്തിലേക്കാണ്. ഓവർ ടു കൂരായണം. നിലമ്പൂരിൽ UDF ആധികാരിക വിജയം നേടിയതിനു ശേഷം ഇപ്പൊ അവർക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ്. ഇപ്പൊ കൂടെയില്ലാത്ത പലരും കൂടെ നിർത്തണമെന്ന് ഉള്ളിലൊരു മോഹം പോലെ. ഞാൻ അൻവറെ കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരാളാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിന്റെ ശ്രമം നടത്തിയ ആളാണ്. കാര്യം നിലമ്പൂരിൽ UDF ജയിച്ചു, എന്നാലും അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കായിരുന്നില്ലേ? ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അൻവറിന് കിട്ടിയ വോട്ട് കണ്ടതല്ലേ? 20,000-അടുത്ത് വോട്ട് നടക്കാതെ പോയി. നടന്നിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായേനെ, സംശയമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ 25,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു, സംശയമില്ല. PV അൻവറിന്റെ വിഷയത്തിൽ ആരൊക്കെ എന്തുട്ടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മൂപ്പരുടെ കാര്യത്തിൽ സതീശ് ചേട്ടൻ ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. PV അൻവറാ അവനിങ്ങോട്ട് അടുപ്പിക്കില്ല എന്നല്ലേ സതീശ് ചേട്ടൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത്? പാവം പൂക്ക. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഒരു വിഷയത്തിൽ സതീശ് ചേട്ടൻ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിലപാട് എടുക്കാന്നുള്ളത് ഇവിടെ ചില സീനിയേഴ്സിന്റെ ശീലമാണല്ലോ. അതുകൊണ്ട് സതീശ് ചേട്ടന് അൻവറേട്ടനെ കണ്ണിന് നേരെ കണ്ടുണ്ടെങ്കിലും അൻവറേട്ടനെ കുറിച്ച് പറയുമ്പോൾ 100 നാവുള്ള ചിലരും ഇവിടെയുണ്ട്. ഒരിക്കലും അൻവറെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ട എന്ന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പറയില്ല. ജനപിന്തുണയുള്ള നേതാവാണ്, കഴിവുള്ള നേതാവാണ്. ഇതൊക്കെ എന്ത് ആ വീഡിയോ സതീശൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്പൂക്ക ഇപ്പൊ ചെറുതായിട്ടൊന്ന് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് ട്ടാ. ചിലപ്പോ ബിരിയാണി കൊടുത്താലാന്ന് പറഞ്ഞ പോലെ ചിലപ്പോ UDFന്റെ വാതിൽ തുറന്നാലാ. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അക്ഷരം മിണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. PV അൻവറിനെ കൂടെ കൂട്ടുന്ന കാര്യത്തില് അപ്പോ കോൺഗ്രസിനകത്ത് 2 അഭിപ്രായം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൻവറേട്ടൻ അവര് വാതിക്കൽ നിർത്തിയിരിക്കുകയാണെങ്കിലും വേറെ ചില ആൾക്കാരെ കൂടെ കൂട്ടി മുന്നണി വിപുലീകരിക്കാനുള്ള നീക്കം അവർ നടത്താണിത്രേ. അതായത് എന്തൊക്കെയോ ബോംബ് പ്ലാസ്റ്റിക് ആയ തീരുമാനങ്ങൾ വരാനുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം ഉണ്ടാകുന്ന തരത്തിൽ UDFന്റെ അടിത്തറ വിപുലീകരിക്കും. വിസ്മയമാണ് മക്കളെ, വിസ്മയം. ഇവരുടെ കൂടെ വരാൻ പോണ, ഇവര് ക്ഷണിക്കാൻ പോണ ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ വേദിയിലേക്ക് എത്തുന്നു UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ വിട്ടുപോയത് ശരിയല്ല എന്ന അഭിപ്രായം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം മനസ്സിലായ? ജോസ് കെ മാണിനെ കൂടെ കൂട്ടാൻ പോവാണെന്നാണ് അടൂർ പ്രകാശ് പറയണത്. ആദ്യം PV അൻവർ, പിന്നെ ജോസ് കെ മാണി. അങ്ങനെ UDFന്റെ അടിത്തറ വിപുലീകരിച്ച് പൊളിക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാർ വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. ഇനി അടുത്ത സ്വപ്നം അടുത്തതായി കണ്ണുവെക്കുന്നത് CPI-യിലാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. CPI പോലെയുള്ള നല്ല ഒരു പ്രസ്ഥാനം പണ്ട് ഞങ്ങളോടൊപ്പം നിന്ന പ്രസ്ഥാനമാണ്. UDFുമായി സഹകരിച്ച പ്രസ്ഥാനമാണ്. ഇടതുപക്ഷത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും വേറൊരു സ്വരമായി നിൽക്കുന്ന ആൾക്കാരാണല്ലോ CPI. അപ്പൊ ആ ഒരു ഇത് വെച്ച് ചിലപ്പോൾ ഇവര് UDFന്റെ കൂടെ കൂടിയാലോ എന്നാണ് നമ്മുടെ നേതാക്കൾ ആലോചിക്കുന്നത്. എന്താല്ലേ, സ്വപ്നം കാണാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടില്ലെങ്കിലും UDF CPI-നെ ക്ഷണിക്കാണ്ട് ക്ഷണിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സഖാവേ? ക്ഷണിച്ചിട്ടുണ്ട്. ആരാ ക്ഷണിച്ചത്? കൺവീനർ. ഗ്രേറ്റ്. ഞാൻ ചിരിക്കുന്നു പറയുക. ഞാൻ ചിരിക്കുന്നു. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നിങ്ങൾക്ക് വിസ്മയാവാൻ താല്പര്യമില്ല? എല്ലാരെയും കൂടെ കൂട്ടി ഒരു വിസ്മയ മുന്നണിയായി UDF മാറുന്നാണ് അവർ പറയണത്. ആ പാർട്ടിയിൽപ്പെട്ട 2 നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, ചെറിയവരല്ല, സ്ഥിരമായിട്ടുള്ള മോദി സ്തുതിയിലാണിപ്പോൾ. ഒരാൾ മലയാളിയാണ്, ഒരാൾ ഉത്തരേന്ത്യക്കാരനുമാണ്. 2 പേരും വൻ നേതാക്കന്മാരാണ്. അവരെല്ലാം BJP ആകാതെ നോക്കേണ്ട കോൺഗ്രസ് ഒരുപാട് പാടുപെട്ട് ഇത്തരം ചടങ്ങൊക്കെ വേണ്ട നേരം പാഴാക്കേണ്ടതില്ല. പുല്ല് ചോദിക്കണ്ടായിരുന്നു. കുന്നോളം സ്വപ്നം കണ്ടാലേ കുന്നിക്കുരുവോളം കിട്ടുമെന്നാണല്ലോ പറയാറ്. അപ്പോ ആ ഒരു തിയറി വെച്ച് ജോസ് കെ മാണിയും CPI അടക്കം പല പമ്പന്മാരും UDFിലേക്ക് വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ വെച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് നമ്മുടെ UDF നേതാക്കള്. ഇനിയെങ്കിലും ഇതുവഴി വരില്ലേ സഖാക്കളെന്നാണ് അവർ ചോദിക്കുന്നത്. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ലീക്കായി.
ദേശീയപാത കല്ലടിക്കോട് കരിമ്പ പനിയമ്പാടത്താണ് ടാങ്കർ ലോറിയിൽ നിന്ന് വൻതോതിൽ ഓക്സിജൻ ലീക്കായത്. പുകപടലം പോലെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ പടർന്നതോടുകൂടി നാട്ടുകാർ പരിഭ്രാന്തിയിലാവുകയായിരുന്നു. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ട നടപടികളൊക്കെ പിന്നീട് വളരെ പെട്ടെന്നുണ്ടായോ ശ്രീത്? ടി.കെ. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. പാലക്കാട് ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഓക്സിജൻ ലീക്കായത്. ആദ്യഘട്ടത്തിൽ ആളുകൾ പരിഭ്രാന്തരായി, മറ്റെന്തോ വാതകമാണ് എന്നായിരുന്നു ധരിച്ചത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു അവരെത്തി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ആവശ്യത്തിനായി ആശുപത്രികളിലേക്ക് മറ്റോ കൊണ്ടുപോകുന്ന ഓക്സിജൻ ടാങ്കർ ആയിരുന്നു അത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ആ പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചിട്ടുണ്ട്. ലോറി ഇപ്പോൾ അവിടെ തന്നെ മറ്റൊരു ദിശയിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. എന്തായാലും ദേശീയപാതയാണ്, അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മാറ്റണമെന്ന നിർദ്ദേശം നാട്ടുകാരും നൽകിയിരുന്നു. അവരുടെ ആവശ്യം പരിഗണിച്ചാണ് മറ്റൊരു മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ടാങ്കറിലെ ചെറിയൊരു തകരാറാണ് ഇത്തരത്തിൽ ഓക്സിജൻ ലീക്കാവാൻ കാരണമെന്നാണ് പറയുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏതാണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ട് നാട്ടുകാർ ഏതാണ്ട് പരിഭ്രാന്തരായി എന്നതാണ് അവസ്ഥ. ശരി, ആശുപത്രി ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയ ഓക്സിജൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട്ടാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ലീക്കായത്. ഇങ്ങനെ പുകയുയരുന്നത് കണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയിലായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി അവരുടെ ആശങ്ക മാറ്റുന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടൽ. ഹരിതകർമ്മ സേനാംഗത്തെ BJP കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന 24 വാർത്തയെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നത്. പുന്നക്കാമുകൾ വാർഡ് കൗൺസിലർ മഞ്ജു PVക്കെതിരെ ഭരണപക്ഷം പ്രതിഷേധവുമായി എത്തിയതോടെ കൗൺസിൽ യോഗം സംഘർഷത്തിലേക്ക് വഴിമാറി. തിരുവനന്തപുരം നഗരത്തിലെ പുന്നക്കാമുകൾ വാർഡിൽ നിന്ന് ഒരു ഹരിതകർമ്മ സേനാംഗം ഇന്ന് 24 ന്യൂസിനെ തേടിയെത്തി. അവരുടെ വേതനത്തിൽ നിന്ന് 3 ലക്ഷം രൂപ ചിലർ ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് പ്രീത എന്ന ഹരിതകർമ്മ സേനാംഗത്തിന്റെ പരാതി. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കേസിൽ കൊടുക്കുമെന്ന് വാർഡ് കൗൺസിലർ മഞ്ജു ഭീഷണിപ്പെടുത്തിയെന്നും പ്രീത 24 ന്യൂസിനോട് പറഞ്ഞു. നമ്മ കൂടെ ജോലി ചേര ഒരു ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് இவாளுக்கு ஜெயலட்சுமிக்கு ஆப்போசிட்டா நீங்க ஏதாவது செய்தா உங்க 12 பேரையும் தூக்கி ஜெயிலில் இடும் சொல்லி പറഞ്ഞു. ചേട്ടനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആള് തന്നെ உங்களுக்கு സഹായിക്ക യാരും കാണൂലെന്ന് വരെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഒരു സങ്കടം. വേതനത്തുക തട്ടിയെടുത്തവരെ സംരക്ഷിക്കാൻ പുന്നക്കാമുകൾ വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന ഹരിതകർമ്മ സേനാംഗം പ്രീതയുടെ പ്രതികരണം 24 പുറത്തുവിട്ടതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വാർത്തയ്ക്ക് പിന്നാലെ ഇടതുപക്ഷ കൗൺസിലർമാർ വിഷയം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചു. 24 വാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ പ്ലക്കാർഡുകളായി ഉയർത്തിയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. പ്രതിഷേധം കനത്തതോടെ പ്രതിരോധവുമായി BJPയും രംഗത്തെത്തി. ഇരുവിഭാഗവും പ്രതിഷേധം കടുപ്പിച്ചതോടെ കൗൺസിൽ യോഗം സംഘർഷത്തിലേക്ക് കലാശിച്ചു. BJP കൗൺസിലർമാർ മേയറുടെ ഡയസിലേക്ക് തള്ളിക്കയറി. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ബാഡ്ജ് ധരിച്ചായിരുന്നു BJP കൗൺസിലർമാർ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയത്. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം മഞ്ജു PV കൗൺസിലർ നിഷേധിച്ചു. വിഷയമുയർത്തി കോർപ്പറേഷന്റെ വാർഡുകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ ന്യൂസ് 24 ഞാൻ കാണുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തണം. മറ്റു BJP കൗൺസിലർമാരിൽ 34 കൗൺസിലർമാർ അവരുടെ വാർഡുകളിൽ ഇത്തരം വിഷയങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സമഗ്രമായ അന്വേഷണം നടത്തണം. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പരാതി മേയർ പോലീസിന് കൈമാറി. മറ്റു വാർഡുകളിലും ഇത്തരത്തിൽ പണത്തട്ടിപ്പ് നടത്തിയോ എന്ന് അന്വേഷിക്കുമെന്നും മേയർ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് കൊച്ചി. പക്ഷേ വൈകുന്നേരമായാൽ മെട്രോ നഗരം ഇരുട്ടിലാകും. കോർപ്പറേഷൻ പരിധിയിൽ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച 100ഓളം വഴിവിളക്കുകൾ തെളിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ 4 മാസമായുള്ള പ്രതിസന്ധിയാണ്. തുടർച്ചയായി പരാതികൾ പറഞ്ഞു, പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. എത്ര പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ല എന്നാരോപിച്ച് UDF കൗൺസിലർമാർ CSML ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വൈകിട്ട് 6 മണിയോടെ മെട്രോ നഗരം ഇരുട്ടിലാകും. പ്രധാന റോഡിലെ വഴിവിളക്കുകൾ തെളിയാത്തതാണ് കാരണം. കഴിഞ്ഞ 4 മാസമായി കൊച്ചിക്കാർ ഈ പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട്. CSML പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് കൗൺസിലർമാരുടെ നിലപാട്. നഗരസഭാ ഭരണസമിതിയും മൗനത്തിലാണ്. കൊച്ചി മൊത്തം ഇരുട്ടിലാണ്.
നമ്മൾ പറയുമ്പോൾ 40 കോടി രൂപ മുടക്കി CSML പ്രൊജക്റ്റിൽ വെച്ച് ലൈറ്റുകൾ വാങ്ങിയതാണ്. ലൈറ്റുകൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഡിവിഷനിൽ വേണ്ടത്ര ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ ലൈറ്റുകൾ മെയിൻ്റെനൻസ് കെട്ടുപോകുന്ന ലൈറ്റുകൾ ശരിയാക്കാനുള്ള ഒരു നടപടിയും CSML ഭാഗത്തുനിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇരുട്ടായാൽ ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ വീട് പിടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇടജന്തുക്കളുടെ ശല്യവും രൂക്ഷം. മാസങ്ങളായി CSML ലൈറ്റ് ഇടാന്ന് പറഞ്ഞ് വന്ന് പോകുക, അവർ ഇടൂല. വിളിച്ചുകൊണ്ടിരിക്കൽ തന്നെയാണ്. ഓരോ കോൺട്രാക്ടർമാർ മാറി മാറി വരും. ഇപ്പോൾ ശ്രീജിത്തിനെ വിളിച്ച് മതിയായി വേറെ ആളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ആ ആൾക്കാരും വന്ന് കറക്റ്റായിട്ട് ഇടുന്നില്ല. 40 കോടിയാണ് LED വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ CSMLന് കൈമാറിയത്. വിളക്കുകൾ മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള കരാറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും വോട്ടർമാർ പറഞ്ഞിട്ട് നന്നാക്കാൻ പറ്റാത്ത കൗൺസിലർമാരെന്ന ആക്ഷേപമാണ് പലരും കേൾക്കുന്നത്. 40 കോടിയാണ് CSML ഈ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയത്. അതുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കാനാകില്ല. കൊച്ചിയെ ഇരുട്ടിലാക്കരുത്. വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നഗരത്തെ ഇരുട്ടിലാക്കരുത് എന്നാണ് യാത്രക്കാർക്ക് പറയാനുള്ളത്. ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി പൂർത്തിയാവുന്നു.